Welcome to Sweet Little Thing. ഹലോ നിങ്ങളിപ്പോൾ ഒരു സുന്ദര കുട്ടപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആള് മാറി. ആളൊന്നും മാറിയിട്ടില്ല, ഞാനിവിടത്തൊക്കെ തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടൊന്ന് ഒളിവിൽ പോയായിരുന്നു. ഞാനപ്പോൾ എല്ലാവരും റെസ്പോൺസൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ എന്താ കാണാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഫ്രഞ്ച് ഡിഷാണ്, കീഷ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ കാണിച്ചു തന്നെ നമ്മുടെ സ്വന്തം നിക്കോളാസ് ഏട്ടനാണ്, പുള്ളിയുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി അല്ല ഇവിടെ കാണിക്കുന്നത്, പുള്ളിക്കാരൻ്റെ മോഡിഫൈഡ് വേർഷനാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സവോള വേണം, പിന്നെ 2 എഗ്ഗ്. ഇത് നമ്മൾ കുറച്ച് കീശ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് നമുക്ക് 2 എണ്ണം മതി. ഇപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഗ്ഗിൻ്റെ അളവും കൂട്ടണം. പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഹാമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാമിന് പകരം നമുക്ക് ഒന്നില്ലെങ്കിൽ ബേക്കണോ അല്ലെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ പെപ്പറും സോൾട്ടും. പിന്നെ ചീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇഡാം ചീസാണ്, അതുകൊണ്ട് അതായത് പറഞ്ഞെങ്കിൽ ഒരു സെമി സോളിഡ് കൈൻഡ് ഓഫ് ചീസാണ്. പിന്നെ പഫ് പേസ്ട്രി, പിന്നെ ഫുൾ ക്രീം മിൽക്ക്. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കീഷ് ഉണ്ടാക്കാം. Version of quiche is a bit different from the other one. I had nails on top. It's more tasty. ഇനി നമുക്ക് ചീസ് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്യാം. ചീസ് നമുക്ക് കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു കുഞ്ഞ് ടാർട്ട് പാൻ എടുക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് നമുക്ക് കുഞ്ഞ് ടാർട്ട് പാൻ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് വാക്സ് പേപ്പറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇട്ട് കൊടുക്കാം. അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പഫ് പേസ്ട്രി നമുക്കതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞെങ്കിൽ കീഷ് എന്ന് പറഞ്ഞെങ്കിൽ റൗണ്ട് ഷേപ്പിലാണ്. ഇത് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കണം, അല്ലാണ്ട് നമ്മൾ വലിയ ആർട്ടിസ്റ്റിക് വേയിലൊന്നല്ല, നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കീഷാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പാണ്, അതുകൊണ്ട് പുള്ളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഷേപ്പിലേക്കാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ 4 വശം നമ്മൾ മുറിച്ചു, അത് കഴിഞ്ഞിട്ട് ആ മുറിച്ചെടുത്ത് ബാക്കിയുള്ള കഷ്ണങ്ങൾ നമ്മുടെ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ എന്താ പറയുക, അതിൽ കണ്ടൻസേഷൻ ഒന്നും വരാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിന് പകരം പല സാധനങ്ങളും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഈ കീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഒരു നല്ലൊരു സമീകൃത ആഹാരമാണ്. അതിലെല്ലാം ഉണ്ട്, പ്രോട്ടീനും കാൽഷ്യവും എല്ലാം വരുന്നതുകൊണ്ട് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്കൊരു 20 ml ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഒരു 20 ml മതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ കൂട്ടാൻ മറക്കരുത് കേട്ടോ. അതൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ കീഷിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാൻഡ് ടേസ്റ്റാണ്. ഇനി നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവ് നമ്മൾ ഇട്ട് കൊടുക്കണം, കൂടുതൽ പെപ്പർ ആഡ് ചെയ്യണം. നിക്കോളാസിന് അധികം സ്പൈസ് ഇഷ്ടമല്ല, അതുകൊണ്ട് നിക്കോളാസിൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ കാണിച്ചു തരുന്നത്. പുള്ളി വളരെ കുറച്ചാണ് എരിവിട്ടേക്കണം. ഇനി നമുക്ക് നമ്മുടെ ഹാം എടുത്ത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ആ മുറിച്ചെടുത്തേക്കണ പീസസ് നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പൊട്ടാറ്റോയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് വിതറി കൊടുക്കാം. ഇതിന് പകരം നമുക്ക് പലതും യൂസ് ചെയ്യാം കേട്ടോ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒനിയൻ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഈ ശരിക്കുള്ള കീഷിൻ്റെ റെസിപ്പിയിൽ ഒനിയന് നമ്മൾ ഇടണില്ല, പക്ഷേ നിക്കോളാസ് പറഞ്ഞല്ലോ മോഡിഫൈഡ് വേർഷനാണ്. നിക്കോളാസിന് ഇഷ്ടമുള്ള സാധനങ്ങളാണ്, നിക്കോളാസിൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് നിക്കോളാസ് ഇടുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ അല്ലെങ്കിൽ ബ്രോക്കലിയോ സ്പിനാച്ചോ മഷ്റൂമോ എന്ത് വേണമെങ്കിലും ചേർക്കാം. നമുക്ക് എന്തൊക്കെ ഇഷ്ടമുള്ള രുചികളുണ്ടോ അതൊക്കെ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ കീഷിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ മലയാളികളല്ല, നമുക്ക് കുറച്ചും കൂടെ എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് പെപ്പർ പൗഡറും കൂടെ കുറച്ചധികം ആഡ് ചെയ്യാം. ഇനി നമുക്ക് അവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും മിൽക്കും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ചീസ് ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന അവനിലേക്ക് നമ്മൾ ഈ ടാർട്ടിൻ്റെ പാൻ വെച്ച് കൊടുക്കുകയാണ്.
അത് നമുക്ക് ഏകദേശം ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ നമുക്കത് അവനിൽ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കീഷ് റെഡിയായി. അപ്പോൾ കീഷിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്ഗും ചീസും ക്രീമും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു പ്ലാൻ ടേസ്റ്റാണ്. ചീസ് ലവേഴ്സിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ പിള്ളേർക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ ഹാപ്പി. Thanks for watching. Please subscribe, share, and press the like button.